ഒരു വ്യാഴവട്ടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉയർത്താൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. ദുബായിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡാണ് എതിരാളികൾ. 25 വർഷം മുൻപുള്ള ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ കണ്ണീരിന്റെ കടം വീട്ടാനുണ്ട് ടീം ഇന്ത്യക്ക്. ICC ടൂർണമെന്റുകളിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ജയിച്ചില്ലെന്ന സങ്കടവും ഇന്ത്യക്ക് മാറാനുണ്ട്. ഫോമിലേക്ക് മടങ്ങി വന്ന കിങ് കോഹ്ലിയുടെ കരുത്ത്, തോൽവി അറിയാതെയുള്ള പ്രയാണം, സെമിയിൽ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് അടിയറവ് പറയിച്ച ആത്മവിശ്വാസം, ഗ്രൂപ്പ് ഘട്ടത്തിൽ മുന്നിലെത്തിയപ്പോൾ പതറി വീണ ന്യൂസിലാൻഡ് എതിരാളികളായി കലാശപ്പോരിലെത്തുമ്പോൾ T20ക്ക് പിന്നാലെ മറ്റൊരു ICC കിരീടം സ്വപ്നം കാണുകയാണ് ടീം ഇന്ത്യ. ഷിനോജ് സംസുദ്ദീൻ ചേരുന്നു ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന്. ഷിനോജ്, 2 മണിക്കാണ് ടോസ്. വലിയ ആവേശത്തിലാണ് ഇന്ത്യൻ ആരാധകരുള്ളത്. നേരത്തെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഷിനോജ് അവിടെ മണിക്കൂറുകൾക്ക് മുൻപേ കാണികൾ എത്തുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് ഫൈനലിന്റെ ഒരു ചൂട് അവിടെ? മഹേഷേ, കലാശപ്പോരിന് ദുബായ് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേഡിയത്തിലേക്ക് കാണികൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇന്ത്യയിലാണ് കളി നടക്കുന്നത് എന്ന് തോന്നിക്കുന്ന വിധമാണ് ഇന്ത്യൻ ആരാധകരുടെ ഒഴുക്ക് ഇങ്ങോട്ടുള്ളത്. നേരത്തെ മഹേഷ് സൂചിപ്പിച്ച പോലെ കപ്പും കൊണ്ട് ഇന്ത്യക്ക് ഇവിടുന്ന് പോകാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയെ പിന്തുണയ്ക്കാനായി ഇന്ത്യൻ ആരാധകർ, പ്രത്യേകിച്ച് മലയാളികൾ, ഈ ദുബൈയിലെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റിയാസ്, എങ്ങനെയാണ് ഇന്ന് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ടീമിൻ്റെ ഈ ടൂർണമെൻറ്റിലുള്ള എല്ലാ മാച്ചും തോൽവി അറിയാതിട്ടുള്ളൊരു ടൂർണമെൻറ്റാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ ബാറ്റിംഗ് സ്ട്രെങ്ത്തും സെറ്റപ്പാണ്. അതുപോലെ നമ്മളെ ബോളിംഗ് സൈഡും ഭയങ്കര എല്ലാം സ്ട്രോങ് ആണ്. പിന്നെ മാച്ച് നോക്കിയാലും മനസ്സിലാവും. തീർച്ചയായും നമുക്ക് പ്രതീക്ഷ നമ്മൾ വിരാട് കോഹ്ലിയാണ്, നമ്മളെ ചേസ് മാസ്റ്ററാണ്. ഇന്നും ഒരു സെഞ്ചുറി പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ വിരാട് കോഹ്ലിയുടെ ആരാധകനാണ്. അപ്പോൾ ഒരു സെഞ്ചുറി പ്രതീക്ഷിക്കുന്നു, ഒരു നല്ലൊരു വിജയം പ്രതീക്ഷിക്കുന്നു. കപ്പ് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. എത്ര മാസം ചലഞ്ചിങ് ആയിരിക്കും കിവീസ് ഇന്ത്യക്ക്? തീരെ സിമ്പിൾ ഈസി ആയി. ഒരു 300+ സ്കോർ ഉണ്ടാവും. ഇന്ത്യ ഫസ്റ്റ് ബാറ്റ്, കോഹ്ലി സെഞ്ചുറി, രോഹിത് ഒരു 50, പിന്നെ സിമ്പിളായി ജയിക്കും. ഒരിക്കൽ തോൽപ്പിച്ച ഇതേ മണ്ണിൽ തന്നെ കിവീസിനെ ഇന്ത്യ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിനൊരു പ്രതികാരം കിവീസ് വീട്ടാൻ സജ്ജമായിരിക്കും. കിവീസ് പരമാവധി ട്രൈ ചെയ്യും, പക്ഷെ ഇന്ത്യ ജയിക്കുന്നത് ചെയ്യും. എന്തായാലും ഇന്ത്യ ജയിക്കും. സ്റ്റേഡിയം നീലക്കടലേക്കാരം. കിവീസ് നമ്മൾ ആരാധകർ കണ്ടിരുന്ന് നെട്ടും. ഇന്നങ്ങനെ ആയിരിക്കും. ഇവര് സൂചിപ്പിച്ച പോലെ ഈ സ്റ്റേഡിയം ഒരു നീലക്കടലാകും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. കാരണം ഇന്ത്യൻ ആരാധകർ തന്നെയാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂസിലാൻഡ് ആരാധകനെ കണ്ടുകിട്ടാനില്ല. പറയുമ്പോൾ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഇത് നടക്കുന്നത്, അന്താരാഷ്ട്ര വേദിയിലാണ് ഈ മത്സരം നടക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും ഇന്ത്യൻ ആരാധകർ കൈയടക്കിയ ഒരു സ്റ്റേഡിയവും ഗാലറിയുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മഹേഷ്,